Good afternoon, everybody. Have you had your lunch? Lunch കഴിച്ചോ എല്ലാവരും? Okay. സുഖായിരിക്കുന്നോ? Okay. Dominique? Dominique? Yes. ചോറ് കഴിച്ചോ? Yes. എന്താ കറി? കറി മീനാണല്ലേ? മീനും മോരും. ഓക്കെ. നമ്മൾ ഒരാഴ്ചയായല്ലേ കണ്ടിട്ട്? നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങള്? അമന്ന ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും എന്താ പഠിച്ചേന്ന്? ബുക്കെല്ലാം എടുത്തു വെച്ചോ? ടെക്സ്റ്റ് ബുക്ക്, അക്ഷരദീപ്, നോട്ട് ബുക്ക് ഒക്കെ എടുത്തു വെച്ചോ? പെൻസില്? ഓക്കെ. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? All of you take your textbook. നമ്മള് ഹിന്ദി ടെക്സ്റ്റ് ബുക്കില് അക്ഷരങ്ങൾ എഴുതിയല്ലേ? പിക്ചർ തന്നിട്ട് അവിടെ അതിന്റെ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാനുണ്ടായിരുന്നു. എല്ലാവരും എഴുതി കാണിച്ചു. എഴുതി കാണിക്കാത്തവരുണ്ടോ ഈ ഗ്രൂപ്പില്? എല്ലാവരും എഴുതിയോ? ഡൊമിനിക്ക് എഴുതി ഗ്രൂപ്പിൽ ഇട്ടോ? ഡൊമിനിക്ക് ഇട്ടോ? ഓക്കെ. ദെൻ നമ്മള് ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു അല്ലേ? എന്താ? അക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ കൊടുത്ത് നമ്മൾ എഴുതി പഠിച്ചു. പഠിച്ചോ? ഇപ്പൊ ആയും ഈന്റെ ചിഹ്നം കണ്ടാ മനസ്സിലാവോ? മനസ്സിലാവോ അനിഹ? ഓക്കെ. അന്ന ചിഹ്നങ്ങൾ കണ്ടാ മനസ്സിലാവോ? ഓക്കെ, ഗുഡ്. അപ്പം പിന്നെ എന്താ പറഞ്ഞത്? ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലെ? സ്വരാക്ഷരങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞു. വ്യഞ്ജൻ കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞു. പിന്നെയോ ചിഹ്നങ്ങള് മാച്ച് ചെയ്യാൻ പറഞ്ഞു അല്ലെ? അക്ഷരങ്ങൾക്ക് ചേർത്ത ചിഹ്നങ്ങള് മാച്ച് ചെയ്യാൻ പറഞ്ഞു. ചെയ്തു. നിങ്ങൾ നല്ല കുട്ടികളാണ്. എല്ലാരും തന്നെ ഗ്രൂപ്പിലിട്ടു. പിടിക്കലാട്ടോ. പിന്നെ എന്താ പറഞ്ഞത്? നെക്സ്റ്റ് പേജില് സെക്കൻഡ് ചാപ്റ്റർ എടുത്തോ നമ്മള്? ഇല്ല, എടുത്തില്ല. നിങ്ങൾ ബുക്കിൽ നോക്കിക്കോ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്വർ ഔർ വ്യഞ്ജൻ എന്നുള്ള ചാപ്റ്ററിൽ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഇപ്പോ ചിഹ്നങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, അക്ഷരങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതാ ചിഹ്നം അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല, ആർക്കും തന്നെ ഇല്ല. ഗുഡ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സെക്കൻഡിലെ കുട്ടികൾ നല്ല കുട്ടികളാന്നാ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കും. അവര് പറഞ്ഞ് ഹോംവർക്ക് ഒക്കെ ചെയ്തിടുന്നുണ്ട് ഗ്രൂപ്പില്. നല്ല കുട്ടികളാ. ഇപ്പൊ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കണ്ടാ തിരിച്ചറിയോ നിങ്ങള്? അറിയും. കുറച്ച് അക്ഷരങ്ങൾ മിസ് തരും അടുത്ത ക്ലാസ്സില്. ആ അക്ഷരങ്ങളില് സ്വരാക്ഷരങ്ങൾ ഏതാന്നും വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാന്നും നിങ്ങൾ എഴുതി കാണിക്കേണ്ടി വരും അടുത്ത ക്ലാസ്സിൽ കേട്ടോ, അടുത്ത പീരീഡ്. ഓക്കെ. Then take your Hindi textbook and page 4. എന്താ? പാട് ദോ, സെക്കൻഡ് ചാപ്റ്റർ. ദോ എന്ന് പറഞ്ഞ എത്രയാ? 2 അല്ലേ? 2. അതെ. ഇവിടെ നോക്കിക്കോ. നിങ്ങളുടെ നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ.
दो अक्षरों वाले बिना मात्रा के शब्द എന്താ എന്താ നമ്മൾ ഇത്രയും നാളും സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. എല്ലാവരും അടങ്ങിയിരുന്നേ. എറിക്ക് സയാൻ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഇന്നിപ്പോ പഠിക്കാൻ പോകുന്ന നമ്മള് രണ്ടക്ഷരങ്ങള് ചേർന്ന് ഒരു വാക്ക് പോലെ ആവും. നമ്മള് ആ എന്താ അമ്മ എന്ന് പഠിച്ചില്ലേ നമ്മള്? രണ്ടക്ഷരം മലയാളത്തില് ഇല്ലേ? ആ റ അറ പഠിച്ചോ ജുവലെ? ആ റ അറ അല്ലേ? എന്നിപ്പോ അതുപോലെ ഹിന്ദിയിലും നമ്മള് ഒരക്ഷരം പഠിച്ചിട്ടുള്ളായിരുന്നു ഇത്ര നാളും, ഒരു വാക്കൊന്നും പഠിച്ചില്ല നമ്മള്. ഇനിയിപ്പം രണ്ട് വാക്കുകള് ചിഹ്നങ്ങൾ വരുമ്പോ എങ്ങനെ പഠിക്കാം വായിക്കാം എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, കണ്ടോ? എന്താ? ദോ അക്ഷരോം വാലെ ബിനാ മാത്രാക്കെ ശബ്ദ്. എന്താ പറയുന്നത്? വേർഡ്സ് ഓഫ് 2 letters വിത്തൗട്ട് സിമ്പിൾസ്. നമ്മള് രണ്ട് അക്ഷരങ്ങൾ കൂടി ചിഹ്നങ്ങളോട് കൂടി വരുമ്പം എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് എഴുതുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യത്തെ അക്ഷരം എന്താ? ബാ കാണുന്നുണ്ട്, അതിന് അടിയിൽ ഒരു വരയും കാണുന്നുണ്ട് അല്ലേ? എന്താ അത്? ബായുടെ അടിയിൽ ഒരു വര ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഒരു പ്ലസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാ അക്ഷരം കൊടുത്തേക്കുന്നത്? ആ അല്ലേ? ഇത് നന്നായിട്ട് പറയുന്നവരാ? മിസ് ചോദിച്ചാൽ പെട്ടെന്ന് ആൻസർ പറയുന്നവരാരാ ഉള്ളത്? ഒന്ന് കൈ ഉയർത്തിക്കേ. മിസ് ചോദിക്കും പെട്ടെന്ന് ആൻസർ പറയുന്നത്. അമന്ന പറയോ? നോ. ജുവൽ പറയോ? നോ. മുഹമ്മദ് അഫ്ല. ഓക്കെ, അഫ്ലയുടെ അടുത്ത് പോവാം. അഫ്ല മോനെ, ടീച്ചർ അൺമ്യൂട്ട് ചെയ്യുവാണ്. അൺമ്യൂട്ട് ചെയ്തോ അവിടെ? ഓക്കെ അഫ്ല. ഓക്കെ, ബാക്കിയുള്ളവര് ശ്രദ്ധിച്ചിരിക്കുക. മോനെ, അവിടെ കാണുന്ന ബുക്കില് ബാന്ന് കണ്ടു അല്ലേ നമ്മള്? ബായുടെ താഴെ ഒരു വരയുണ്ട് അല്ലേ? ചെരിഞ്ഞൊരു വരയുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ വായിക്കുക അറിയോ? ബൂന്നല്ല, അല്ല, നോ. ഊവിന്റെ ചിഹ്നമല്ല അവിടെ. ബാ കണ്ടു, അതിന്റെ ഇടയിൽ ഒരു വരയുണ്ട്, പ്ലസ് ഉണ്ട്, ആയുണ്ട് അല്ലേ? അവിടെ ശ്രദ്ധിച്ചേ. ബാ താഴെ ഒരു വര കാണുന്നുണ്ട്, അതെന്താ വായിക്കുന്നേ? ബ്. എന്താ? ബ് പ്ലസ് ആയാണ് ബ. ഒന്ന് പറഞ്ഞ എല്ലാവരും. ബ് പ്ലസ് ആ. അത് കഴിഞ്ഞിട്ട് സിമ്പിളിന് എന്താ പറയാ? ഈക്വൽ. എന്താ വരുന്ന ആൻസർ? ബ. അത് കൂട്ടി വായിക്കുമ്പോഴാണ് ബ എന്നുള്ള അക്ഷരം വരുന്നത്. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? പ ഫ ബ ഫ മ അല്ലേ? എങ്ങനെയാ? ക ഖ ഗ ഘ ങ. ക എന്നുള്ള അക്ഷരം എങ്ങനെയൊക്കെയാ വരുന്നത്? ക പ്ലസ് ആ ക. ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട, ടീച്ചർ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ടീച്ചർ എല്ലാവരും പറയണം, പറഞ്ഞെങ്കിൽ മാത്രമേ പഠിക്കുള്ളൂ. സേ ബ് പ്ലസ് ആ. ജുവൽ മരിയ. ബ് പ്ലസ് ആ ഈക്വൽ ബ. All of you say ബ. നെക്സ്റ്റ് നോക്കിക്കോ, താഴെ നോക്കിക്കോ. ബ ബ് പ്ലസ് ആ പ്ലസ് സ പ്ലസ് ആന്ന കാണുന്നല്ലേ? സി പ്ലസ് ആയാണ് സ വരുന്നത്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ? നമുക്ക് അതുകൊണ്ട് ഒരു കാര്യം ചെയ്താലോ? നമുക്ക് 2 ലെറ്റേഴ്സ് വരുന്ന എന്താ? രണ്ട് അക്ഷരം കൂടിയ ഒരു വാക്ക് വരുന്ന വാക്ക് നമുക്ക് പഠിക്കാം. അതാണ് നമുക്ക് നല്ലത്. ഈ പ്ലസും ഈക്വലൊന്നും വരുമ്പോ നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല അല്ലേ അനിഹ?
അതെ. എന്നാ ഇവിടെ ശ്രദ്ധിച്ചേ നിങ്ങള്, ഇവിടെ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു വിടാം നമ്മൾക്ക്. എല്ലാവരും വായിച്ചു വിടണം. ടീച്ചർ പറഞ്ഞ് കേട്ട് വായിക്കണം. ബി പ്ലസ് ആ, കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. ബ. നെക്സ്റ്റ് എന്താ? സ് പ്ലസ് ആ, സ. നെക്സ്റ്റ് രി പ്ലസ് ആ, ര. നെക്സ്റ്റ് നി പ്ലസ് ആ, ന. നെക്സ്റ്റ് ദ പ്ലസ് ആ, ദ. ഓക്കെ. അക്ഷരങ്ങൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഏതൊക്കെ അക്ഷരം കൂടി വരുമ്പോഴാണ് ആ ഒരു അക്ഷരം. ബാന്ന് എങ്ങനെയാ പറയുന്നത്? ബ് പ്ലസ് ആ, ബ. അങ്ങനെയാണ് വരുന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് 2 ലെറ്റേഴ്സ് വരുന്ന വാക്കുകൾ ഹിന്ദിയിൽ പഠിക്കാം. മുഹമ്മദ് ഷാ നോക്കിക്കേ, അതിന്റെ താഴെ കണ്ടോ നിങ്ങള്? ബസ്. ബസ്. ആ, ബസ് എങ്ങനെയാ വരുന്നത്? ഏതൊക്കെ അക്ഷരങ്ങൾ കൂടുമ്പോഴാ ബസ് വരുന്നത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ബ, സ അല്ലേ? ബസ്. നെക്സ്റ്റ് നോക്കിയോ, രസ്. എങ്ങനെയാ? രാ, സ. കണ്ടോ? ഇത് കണ്ടോ നിങ്ങള്? ബസ്, രസ്, നസ്, ദസ്. അല്ലേ? നമ്മൾ ദസ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ ദസ് കേട്ടത്? ആർക്ക് പറയാം? അഫ്ല. ആ, അഫ്ല പറഞ്ഞോ. ദസ് എവിടെയാ മോനെ? ദസ് എന്ന് പറഞ്ഞ എന്താ? 10, 10. ഓക്കെ, ഗുഡ്. ഗുഡ്. ഇത് കണ്ടോ? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഓൾ ഓഫ് യു സേ, പറഞ്ഞു പഠിക്കണം ഇത്. ബസ്, രസ്, നസ്, ദസ്. Once more. Bus, res, nes, thus. നിങ്ങൾക്ക് അവിടെ എന്താ മനസ്സിലാവുന്നത്? 2 അക്ഷരങ്ങളാ അല്ലേ? 2 ലെറ്റേഴ്സ്. ഏതൊക്കെയാ? ബസ് എന്ന് പറയുമ്പോ ഏതൊക്കെ ലെറ്റേഴ്സാ വരുന്നത് ഹിന്ദിയില്? ബായും സായും അല്ലേ? അതാണ് മുകളിൽ കാണിച്ചത്. ബാം എങ്ങനെയാ പറയാന്നാണ് ആദ്യം കാണിച്ച. പ്ലസും മൈനസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആ കൺഫ്യൂഷൻ ആയി അല്ലേ? അത് പോട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നമുക്ക് വേർഡ്സ് പഠിക്കാം. കുറച്ച് വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് ഈ പ്ലസും മൈനസും ഒക്കെ മനസ്സിലാവും കേട്ടോ. ഏതൊക്കെ ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂടുമ്പോഴാണ് ആ അക്ഷരം വരുന്നതെന്ന്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് നോട്ട് ബുക്ക് എടുക്കണം എല്ലാവരും. ടേക്ക് യുവർ നോട്ട് ബുക്ക്. ഇത്രയും വർക്ക് എഴുതി തീരാത്തവരുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഈ വർക്ക് എഴുതി തീരാത്തവരുണ്ടോ? എല്ലാവരും എഴുതി. ഓക്കെ, എടുത്തോ? നോട്ട് ബുക്ക് എടുത്തോ? ടീച്ചർ പറയുന്ന അക്ഷരങ്ങൾ ഇപ്പൊ എഴുതണം. അവിടെ എഴുതാൻ പറ്റുമോ? ടേക്ക് യുവർ പെൻസിൽ. ഓക്കെ, ദെൻ ആദ്യം ഈ ബസ് എന്നുള്ളത് കണ്ടോ? നിങ്ങൾ ആദ്യം ചാപ്റ്റർ 2 എഴുതിക്കേ. പാട് ദോന്ന് എഴുതിക്കേ. അവിടെ 2 ലൈൻ കോപ്പിയില് പാട് ദോ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലേ? നോക്കി എഴുതിക്കോ. പാട് ദോ. അതിനു മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡേറ്റ് ഇടണ്ടേ? ഡേറ്റ് വേണം നമ്മൾക്ക്. ഇന്ന് എത്ര ഡേറ്റ്? ടുഡേ 2/7/2022.
2020. ഇഫ്ര ഫാത്തിമ മോള് യാത്രയിലാണോ? ഇഫ്ര അതെ, ഓക്കെ. നോട്ട് ബുക്കില് എഴുതിയോ? പാട് ദോ. ബാക്കി ഈ ഹെഡിങ് ഒന്നും ഇപ്പൊ എഴുതണ്ട. നിങ്ങളത് പിന്നെ എഴുതിയാ മതി. എഴുതേണ്ട സ്ഥലം ഇവിടെ വിട്ടാ മതി. ഫസ്റ്റ് ലൈൻ വിട്ടാ മതി. നോക്കിക്കോ, ആ ബുക്കില് ഫസ്റ്റ് വൺ കണ്ടോ? ബസ്. ബ സ. അതെഴുതിക്കേ. ബസ് എന്ന് എഴുതുമ്പോ രണ്ടക്ഷരവും അടുപ്പിച്ചെഴുതണം. ബസ് എന്ന് എഴുതിയതിന് ശേഷം മാത്രമേ മുകളിൽ വരയ്ക്കാവൂ. ബ സ ബസ്. അത് നമ്മൾ കൂട്ടി വായിക്കുമ്പോ ബസ്സാന്നല്ല വായിക്കുന്നത്, ബസ്. ബസ്. എറിക് എഴുതി കഴിഞ്ഞോ? എറിക് ഓക്കെ. ബസ്. ഹന്നയ്ക്ക് എന്നാ? ഹന്ന അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എന്താ ഹന്ന? മിസ്സേ ഒന്നും കൂടെ പറഞ്ഞുതരോ? ഒന്നും പറഞ്ഞിട്ടില്ല. പാട് ദോന്ന് എഴുതുക. ബ സ ഇവിടെ കാണുന്നില്ലേ? ബസ് എന്ന് കാണുന്നില്ലേ? അത് എഴുതിക്കോ അവിടെ. ബസ്. എഴുതിയില്ലേ? എഴുതി. ഓക്കെ. നെക്സ്റ്റ് രസ്. ര സ രസ്. നിങ്ങൾ എങ്ങനെ എഴുതിയ? താഴോട്ടാണ് എഴുതിയത്. ഇതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ലൈൻ വരയ്ക്കണം. നമുക്കിവിടെ ലൈൻ വരയ്ക്കണം. 4 വേർഡ്സ് എഴുതാം. നമുക്ക് ആ ഫസ്റ്റ് ലൈനിൽ 4 വേർഡ്സ് എഴുതാം. സ്കെയിലും കൊണ്ട് വരയിടുക. 4 വേർഡ്സ് എഴുതാം. ബസ് എഴുതി, രസ് എഴുതി. നെക്സ്റ്റ് നസ്. നസ്. നെക്സ്റ്റ് ദസ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുത. ദസ്. നമ്മളിപ്പോ ഏതൊക്കെ വാക്കുകൾ എഴുതി? ആർക്ക് പറയാം? നോട്ട് ബുക്കിൽ എഴുതിയ വാക്കുകൾ ഏതൊക്കെയാന്ന്? ജുവൽ. ജുവൽ That's good. Very good. Tessa Maria. നമ്മൾ ഈ പാട്ട് നോട്ട് ബുക്കിൽ ഏതൊക്കെ വാക്കുകൾ എഴുതിയത്? Yes, no. Bus. Bus. Yes. Yes. Bus. Okay, good. Next, Eric. Eric. നോട്ട് ബുക്കിൽ എഴുതിയ വാക്കുകൾ വായിക്കൂ. Please unmute. Eric, unmute ചെയ്യ്. Okay, പറഞ്ഞോളൂ. ബസ് ഉണ്ടോ? ബസ്. ബസ്. ഓക്കെ.
ഇവിടെ ഒന്നും ചിഹ്നങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നീട്ടി പറയരുത്. ബസ്, രസ്, നസ്, ദസ് നീട്ടി പറയാൻ പാടില്ല കേട്ടോ. ചിഹ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ നീട്ടി പറയുള്ളൂ. ഓക്കെ, ഗുഡ്. വെരി എഴുതിയില്ലേ? നിങ്ങൾ ലൈൻ വരച്ചിട്ടുണ്ട് അവിടെ. അതിന്റെ താഴെ നമ്മുടെ ഈ ബോക്സ് കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അവിടെ ഇവിടെ എഴുതിക്കോ. അവിടെ ഹോംവർക്ക്. ടെക്സ്റ്റ് ബുക്കിൽ ഈ സൈഡില് ഹോംവർക്ക്, HW. ഓക്കെ, ഇനി ആ വാക്കുകൾ ടീച്ചർ വായിച്ചു തരാം. All of you take your text book. പെൻസിലൊക്കെ അവിടെ വെച്ചോ, ക്ലോസ് ചെയ്തോ. പെൻസിൽ ഇവിടെ വെച്ചോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അത് വായിച്ചു തരാം, അതുപോലെ നിങ്ങൾ വായിക്കണം. ഓക്കെ, തൊട്ട് തൊട്ട് വായിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ബസ്, രസ്, നസ്, ദസ്, തൻ. തൻ എന്ന് പറഞ്ഞ കണ്ടോ അവിടെ? അവിടെ നല്ലതാന്നല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ബസ്, രസ്, ദസ് എന്നൊക്കെ പറയാം. ഇവിടെ തായും ഞായും വന്നിരിക്കുന്നത് അല്ലേ? തൻ, തൻ. നെക്സ്റ്റ് മൻ. ഡൊമിനിക്, ബിജു, ഡൊമിനിക്. Listen here. Man. One. Than. Chad. Pad. Chad. Nad. Khar. Sir. Kar. Par. Yah. Wah. എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? രണ്ട് അക്ഷരങ്ങളും കൂടി ഒരു വാക്ക് പറഞ്ഞല്ലേ? അല്ലേ? അതെ, രണ്ട് അക്ഷരങ്ങൾ കൂടുമ്പോ ഒരു വാക്കായിട്ട് വന്നു ഹിന്ദിയിൽ അല്ലെ? മലയാളത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ? അതുപോലെ ഹിന്ദിയിലും അതെ, രണ്ട് അക്ഷരങ്ങൾ കൂടുമ്പോ ഒരു വാക്ക്. ആ വാക്കാണ് നമ്മളിപ്പോ വായിച്ചത്. ഡൊമിനിക്, ബിജു, what are you doing there? Pencil down. Listen here. ഒന്നുകൂടെ വായിച്ചു തരാം. അതുപോലെ വായിക്കണം. യെസ്, ഒന്നുകൂടെ വായിച്ചു തരാം. വായിച്ചോ? നിങ്ങൾ ബുക്കിൽ ശ്രദ്ധിക്കണം, തൊട്ട് തൊട്ട് വായിക്കാം. ഫസ്റ്റ് വൺ ബസ്, രസ്, നസ്, ദസ്, തൻ, മൻ, വൻ, ധൻ, ഹന്നോ? ധൻ, ധായാണ് ഇവിടെ. ധൻ, ചട്, പട്, ചട്, നട്, ഖർ. എന്തോ അലറുന്നേ അവിടെ? എന്താ സിംഹം ഉണ്ടോ? ഖർ എന്ന് പറഞ്ഞ അലറുന്നേ? അവിടെ ഒരു ലയണിന്റെ ശബ്ദമൊക്കെ കേട്ടു. ഖർന്ന്. ആരായിരുന്നു അത്? ഞാനല്ല, നമ്മളാരും അല്ല അല്ലേ? അത് പുറത്തുനിന്ന് ആരോ പറഞ്ഞതാ. അതെ അതെ, ഖർ. ആരും പറയുന്നില്ലല്ലോ. ഖർ, സർ, സർ, സായും രായും. സർ,
കർ കർ യഹ് എവിടെ കണ്ട നിങ്ങള് യായും ഹായും വന്നിരിക്കുന്നേ എങ്ങനെ വായിക്കുന്നേ യഹ് വഹ് കഹ് രഹ് നല്ല രസമുണ്ടല്ലേ പറയുന്നത് കേൾക്കാൻ മിസ് കുറച്ച് കഴിയുമ്പോ ഇത് ചോദിക്കും ഇത് എങ്ങനെയാ വായിക്കുന്നത് എന്നപ്പോ അവിടെ ഇരുന്നിട്ട് ചിരിച്ചോട്ടോ നിങ്ങള് ഇപ്പൊ ചോദിക്കും ഒരു പീരീഡ് കൂടി ഉണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് വായിപ്പിക്കും ടെസ്റ്റ് ഉണ്ട് ഓറൽ ടെസ്റ്റ് ഉണ്ട് ഓറല് എന്നപ്പോ അവിടെ ഗർ മ്യാവു എന്നൊക്കെ പറഞ്ഞിരുന്നോ നിങ്ങളവിടെ പൂച്ച കരയുന്ന പോലെയും സിംഹം അലറുന്ന പോലെ ഗർജിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ അവിടെ ഇരുന്ന് തമാശ കളിച്ചോ ഓക്കെ നല്ല രസമുണ്ടല്ലേ വാക്കുകൾ കേൾക്കാൻ എന്താ പഠിച്ചത് നമ്മൾ ഇന്ന് കുറെ പ്ലസും മൈനസും ഒക്കെ പഠിച്ചല്ലോ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോ അതില് പ്ലസും മൈനസും പഠിച്ചോ അതൊരു രസമില്ല അല്ലെ അത് വേണ്ട നമുക്ക് ഇങ്ങനെ അക്ഷരങ്ങൾ രണ്ട് അക്ഷരങ്ങൾ കൂടുമ്പോ ഒരു വാക്കൊക്കെ ആവുന്ന അത് പഠിച്ചാൽ മതി അല്ലേ ആ ബസ് രസ് നസ് ദസ് അല്ലെ നിങ്ങൾ നോക്കിക്കേ അക്ഷരങ്ങൾ നോക്കിക്കേ നമുക്ക് നല്ല പരിചയം ഉണ്ട് അല്ലേ കുറേ വ്യഞ്ജനാക്ഷരങ്ങള് അല്ലേ രണ്ട് അക്ഷരങ്ങൾ കൂടുമ്പോ നിങ്ങൾ എങ്ങനെയാ മലയാളത്തിലെ അക്ഷരങ്ങളും വേർഡ്സ് ഒക്കെ പഠിച്ചത് പത്രങ്ങളൊക്കെ വായിച്ചു നോക്കും അല്ലേ അതുപോലെ ഹിന്ദിയിലും ഉണ്ട് ഹിന്ദിയിൽ രണ്ട് അക്ഷരങ്ങൾ കൂടുമ്പോ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും ഒരു വാക്കാവും ഇപ്പൊ ശ്രീഹരിയുടെ ഒക്കെ പേരെങ്ങനെയാ എഴുതുക ഹിന്ദിയില് ആകെ പാടുപെടും അല്ലേ ശ്രീഹരി എന്നൊക്കെ എങ്ങനെയാ എഴുതുക നമ്മള് പഠിക്കാൻ പോവാണ് അതുപോലെ ഹന്ന ഹായ് എഴുതാൻ അറിയോ ഹന്നയ്ക്ക് ഹന്ന ഹായ് എഴുതാൻ അറിയോ ഹായ് അറിയാം അതുപോലെ ഇന്നാന്ന് എഴുതണം ഹന്ന അല്ലേ കൂട്ടക്ഷരമൊക്കെ പഠിക്കണം ഹന്ന ചിഹ്നങ്ങളൊക്കെ വരും അവിടെ ഹന്ന അല്ലേ അതിന്റെ ചിഹ്നമൊക്കെ വരും പഠിക്കാൻ പോവാ നമ്മളിപ്പോ ഈസി ആയിട്ട് പഠിക്കാൻ പോവാ അപ്പം ഈ വാക്കുകള് 2 ലെറ്റേഴ്സ് കൂടി ഒരു വാക്ക് വന്നപ്പം ആ വാക്കുകൾ മാത്രമേ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ ഞാനിത് ഇപ്പൊ നിങ്ങളോട് ചോദിക്കാൻ പോവാണ് ഓക്കെ ബാക്കിയുള്ളവര് സൈലന്റ് ആയിട്ടിരിക്കണം അൺമ്യൂട്ട് ചെയ്തോ അൺമ്യൂട്ട് ചെയ്യണ്ട കേട്ടോ ടീച്ചർ ചെയ്തോളാം ശ്രീകുട്ടിയോട് ചോദിച്ചു വന്ന് ഓടി വാ കുര്യൻ ജോസഫ് കുര്യൻ പ്ലീസ് അൺമ്യൂട്ട് ഇന്ന് എന്താ നമ്മള് പഠിച്ചത് ആ വേർഡ്സ് ഒന്ന് വായിച്ചു കേൾപ്പിക്കണല്ലോ ടീച്ചറിനെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കൂ ഇന്ന് പഠിച്ച വേർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കണം മിസ്സിനെ കുര്യൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ കുര്യന് കേൾക്കാൻ പറ്റുന്നില്ലേ പറഞ്ഞോ വായിച്ചോ ദിയേ ഗയേ ശബ്ദം കോ പഠോ ആ വേർഡ്സ് ഒക്കെ വായിച്ചു കേൾപ്പിക്കണം വായിച്ചു ബസ് ഫോർ വേർഡ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കൂ Okay. Good. Next, Anson K. Ajit. Anson.
ഇതാ പറയണ്ടേ എന്താ ഇതായിരിക്കും ആൻസർ. മനസ്സിലോട്ട് വരാം. മുഹമ്മദ് നാഫി. മുഹമ്മദ് നാഫി, പ്ലീസ് അൺമ്യൂട്ട്. ദസ് കഴിഞ്ഞിട്ടുള്ള ഫോർവേഡ്സ്. ദസ് കഴിഞ്ഞിട്ടുള്ളത് തൻ. ഇത് മുതൽ തൻ മുതൽ വായിക്കും. തൻ മൻ വൻ ഗൻ. വെരി ഗുഡ്. ഗിവ് ക്ലാപ്പ്. All of you give clap. Good. Very good. കണ്ടോ? ടീച്ചറിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നവർക്ക് നന്നായിട്ട് പറയാം. മാളവിക. മാളവിക, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ബുക്കിൽ നോക്കിയിരുന്നോ? എവിടെ എത്തിയത്? ധൻ വരെ എത്തി. നെക്സ്റ്റ് ഫോർവേഡ്സ്. സേ. ചട്. ഓക്കേ. കട്. ചട്ട്. നട്. Okay, good. Very good. Very good. Enough. Give clap. All of you give clap. Okay. Next. Sayad. ശ്രദ്ധിച്ചിരുന്നോ? അടുത്ത നിങ്ങളായിരിക്കും. ഗർ. സാർ. അക്ഷരം നോക്ക്. അക്ഷരം നോക്ക്. കാർ. അക്ഷരം നോക്കിയിട്ട് വായിക്കും. പർ. പർ. No. Per. Okay. Madi. Good. Very good. Very good. Next. Srihari. Dominic Biju. Dominic. എവിടെ എത്തി നമ്മള്? പെർ വരെ പഠിച്ചു പറഞ്ഞു. ബാക്കി വായിക്കൂ. Only four words. അക്ഷരങ്ങൾ നോക്കി വായിക്ക്. ഏയ്. യാ ഹാ. എന്താ വായിക്കാ? യഹ്. യഹ്. ബഹ്. വഹ്. കഹ്. രഹ്. Okay, good. Very good. Okay. ഇവിടെ ഞാനാ അനിഹ മോഹൻ. അനിഹ. അനിഹ. ഫസ്റ്റ് വേണം തൊട്ട് ഒരു 2 വേർഡ്സ് പറഞ്ഞ മോളെ. 2 or 4 വേർഡ്സ്. ബസ്. Okay, good. Very good. Shifana. Shifana Fatima. എവിടെ എത്തി? ബുക്കിൽ ശ്രദ്ധിച്ചാലേ അറിയുള്ളൂ എവിടം വരെ ആയിന്ന്. എവിടെ എത്തി? ദസ് വരെ പറഞ്ഞു. ബാക്കി വായിക്കേ. മണ്ണാണോ അത്? മായാണോ ആദ്യത്തെ അക്ഷരം? തൻ. ഓക്കെ. നെക്സ്റ്റ്. ഗുഡ്. വെരി ഗുഡ്. ധൻ എന്ന് പറയണം കേട്ടോ. ഉറപ്പിച്ച് പറയണം. ധാന്ന്. ഇനി ആരാണ് പറയുന്നത്? മിസ്സിന് പറഞ്ഞു കേൾപ്പിക്കുന്ന ആരാ? ജുവൽ. ഓക്കെ. ജുവൽ മരിയ. അമന. അമനെ വിളിക്കാം. ബസ് അല്ലല്ലോ. ഞാനോ ധൻ കഴിഞ്ഞിട്ടുള്ള വാക്ക്. ചട്. ചട്.
Okay, good. Good, very good. Next, Amanna. Amanna Rajesh. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അടുത്ത ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വർക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. നോട്ട് ബുക്കിലോട്ട് അതിന്റെ താഴെ ഈ വേർഡ്സ് ഒക്കെ എഴുതണം. ഈ ബോക്സിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഈ വേർഡ്സ് ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, ബസ്, രസ്, നസ്, ദസ് എന്ന് എഴുതി. ബാക്കിയുള്ള വേർഡ്സ് ഒക്കെ ഇതുപോലെ എഴുതണം. താഴോട്ട് എഴുതുക. ഇത് വാട്സപ്പ് ചെയ്യണം കേട്ടോ. ഒത്തിരി സമയമൊന്നും ഇല്ല നിങ്ങൾക്ക്. ഇതിപ്പൊ തന്നെ ചെയ്യുക. ഇന്ന് മാത്രമേ ഹോംവർക്ക് ചെയ്തിടാവൂ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. ഇന്ന് ഹോംവർക്ക് ചെയ്യുക. ഓക്കെ. അമന്ന രാജേഷ്, നമ്മുടെ ടൈം തീരാൻ പോവാണ്. അമന്ന പറഞ്ഞോളൂ. നമുക്ക് അടുത്ത ക്ലാസ് ഉണ്ടല്ലോ, ഒരു പീരീഡ് കൂടെ ഉണ്ട്. അമന്ന വായിച്ചോളൂ. അൺമ്യൂട്ട് ആവുന്നില്ലേ? ഓക്കെ. അല്ല, ഖർ മുതൽ വായിക്കും. ഖർ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാണ് പറഞ്ഞു കേൾപ്പിക്കുന്നത്? പറ ഫാത്തിമ. ഓക്കെ. ഫാത്തിമ മെഹ്റിൻ വരാം. മിസ് വരാം. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞോളൂ. നെക്സ്റ്റ് പീരീഡ് നമുക്ക് ടൈം ഉണ്ട്. ഈ പീരീഡ് ഇപ്പൊ തീരാൻ പോവാണ്. പറ ഫാത്തിമ. സേ നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ എല്ലാവരും. ഈ വേർഡ്സ് നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഒരു പ്രാവശ്യം ഹോംവർക്ക് ആ നോട്ട് ബുക്കിൽ എഴുതും വേണം. ഓക്കെ. ഇനി ആരായിരുന്നു? ഫാത്തിമ മെഹറിൻ. ഓക്കെ. ഫാത്തിമ പറയുന്നുണ്ടോ? ഫാസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. നമ്മുടെ ഈ പീരീഡ് തീരാൻ പോവാണ്. എൻഡ് ചെയ്യാണ് മിസ്. സി യു നെക്സ്റ്റ് പീരീഡ്. ഓക്കെ.